ഹായ് കൊതിയൻസ്, എല്ലാവർക്കും കൊതിയൻസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ GM ആയ ഫ്രാങ്ക് ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഫ്രാങ്ക് ചേട്ടൻ്റെ കയ്യിൽ കുറേ ബീഗിൾസ് ഉണ്ട്, ബീഗിൾസിൻ്റെ പപ്പീസും ഉണ്ട്. ഭയങ്കര ഒരു ബീഗിൾ പ്രേമിയാണ്. വേറെ ഒരു ഡോഗ് വെറൈറ്റീസ് അല്ല, ബീഗിളാണ് ആളുടെ ഹൃദയം കീഴടക്കി എന്നാണ് പറയുന്നത്. അപ്പം അത് ബീഗിളിൻ്റെ പ്രത്യേകതകളും ബീഗിളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. അപ്പോൾ സാറിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ബീഗിളിനെ വളർത്തുക എന്നുള്ളതും ബ്രീഡിങ്ങും ഫാമിങ്ങും ആണ്. അപ്പം അത്രയ്ക്ക് സാറ് ബീഗിളിനെ ശരിക്കും ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ബീഗിൾ എന്ന് പറയുന്ന ബ്രീഡിനെ. ഉണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് ബീഗിൾ എന്നെ തെരഞ്ഞെടുത്തത്? ബീഗിൾ ഒരു കോമ്പാക്ട് ആൻഡ് എനർജറ്റിക് ബ്രീഡാണ്. അപ്പം ബീഗിളെ വളർത്താൻ അധികം സ്പേസിൻ്റെ ആവശ്യമില്ല, ചെറിയ ഏരിയയിൽ വളർത്താം. അപ്പം നമ്മൾ ആദ്യകാലത്ത് ജീവിച്ചതെല്ലാം സിറ്റിയിലായിരുന്നു. അപ്പം അവിടെ ഫ്ലാറ്റ്സിലായിരുന്നു നമ്മൾ ലൈഫ്. ഫ്ലാറ്റ്സിനകത്ത് വലിയ വലിയ ഡോഗ്സ് വളർത്താൻ പറ്റില്ല, അലൗഡ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബീഗിളെ ചൂസ് ചെയ്തു. പിന്നെ ബീഗിൾ എന്ന് പറയുന്ന ഒരു എനർജറ്റിക് ഡോഗ്സ് എന്ന് പറഞ്ഞു, അത് നമ്മുടെ ലൈഫ് തന്നെ അത് ചേഞ്ച് ചെയ്ത് പോകും. അപ്പോൾ ബീഗിളിനെ വളർത്തുമ്പോൾ നമ്മൾ വളരെ അതിൻ്റെ കൂടെ കളിക്കുന്നത്, നടത്താൻ കൊണ്ട് പോകുന്നത്, അപ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളും മൈൻഡ് ഫ്രഷ്നെസ്സും എല്ലാം കൂടെ. ശരിക്കും എല്ലാവരുടെയും വീട്ടിലൊരു പെറ്റ് ഉണ്ടാവുന്ന അത്യാവശ്യം അല്ലേ? അബ്സല്യൂട്ട്ലി, പെറ്റ് ഈസ് എ മസ്റ്റ് എന്ന് പറയാം. അതെ, ശരിക്കും നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഇതിലും കൂടുതൽ നല്ലൊരു മാർഗം ഇല്ല അല്ലേ? അബ്സല്യൂട്ട്ലി. ഇപ്പം പിള്ളേരെ മെയിനായിട്ട് നമ്മളെല്ലാവരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ TV-ൻ്റെ ഫ്രണ്ടിലായിരുന്നു ആയിരിക്കും. അതേപോലെ പിള്ളേർ ഈ ടാബ്, മൊബൈൽ, വാട്സപ്പ് ഇതിലാണ് ഓൾ ദ ടൈം സ്പെൻഡ്. ഇത് ഒരു ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് ലൈഫ് സ്റ്റൈലായി പോയി. അതിന്റെ കൂടെ കുറെ ജങ്ക് ഫുഡും കഴിക്കും. എല്ലാവരും അതെ. അപ്പം ഒരു പെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിനകത്ത് ചെല്ലുന്നത് കഴിക്കാനും ഉറങ്ങാനും മാത്രമാണ്. ബാക്കി സമയം മൊത്തം എൻ്റെ പെറ്റ്സിൻ്റെ കൂടെ പുറത്താണ്, വീട്ടിൻ്റെ പുറത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. ചെടികളും ഇതും ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് ഗുഡ്. ടോട്ടലി നമ്മളൊരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും. വർക്കിലുള്ള ഒരു സ്ട്രെസ് എല്ലാം കൂടെ മാറും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പെറ്റ്. ബീഗിളിന്റെ ഒരു ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ്? ഇങ്ങനെ അഗ്രസീവ് ആണോ, വാച്ച് ഡോഗ് ആണോ, പെറ്റ് ഡോഗ് ആണോ? അല്ല, ബീഗിൾ ഒരു വളരെ പൊലൈറ്റ്, ഡൊസൈൽ, ഫാമിലി ഫൺ ലവിങ് ഡോഗാണ്. അത് ഇനിഷ്യലി ബ്രെഡ് ഫോർ ഹണ്ടിങ്, എന്നാലും ഇപ്പോൾ തൽക്കാലം അത് വീട്ടിൽ ഒരു ഫാമിലി ഡോഗായിട്ട് തന്നെ വളർത്തുന്നത്. അത് വലിയ വാച്ച് ഡോഗ് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യ ഗാർഡിങ് ഉണ്ട്. അത്യാവശ്യത്തിന് അത് മതിയല്ലോ, നമുക്ക് കൂടുതലും പെറ്റായിട്ട് തന്നെയാണല്ലോ വേണ്ടത്. ഒറിജിനും അതിന്റെ കുറച്ച് പോസിറ്റീവ്സ്, കുറച്ച് നെഗറ്റീവ്സ്. ഓക്കെ, ബീഗിളിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. നമ്മുടെ നാട്ടുകാരി അല്ല. ബീഗിൾ ഒരു ഇംഗ്ലീഷ് ബീഗിൾ എന്ന് പറഞ്ഞ് അതിനൊരു പേരുണ്ട്. ക്ലൈമറ്റ് ഒന്നും പ്രശ്നമല്ല അല്ലേ ഇവിടെ? അല്ല, ഇതിപ്പോ ഇന്ത്യൻ ബീഗിൾ, ഈവൻ മലയാളി ബീഗിൾസ് ആയി. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം അവർക്ക് അഡ്ജസ്റ്റ് ആയി. അപ്പം ബീഗിൾ ഷോർട്ട് കോട്ട്, അതായത് ചെറിയ ഹെയർ ഉള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല നമ്മുടെ വെതർ. യെസ്. പിന്നെ ബീഗിളിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ അവരുടെ എനർജി, അവരുടെ ഫാമിലി ലവിങ്, കിഡ്സിനോടുള്ള താല്പര്യം, അവരുടെ കോമ്പാക്ട്നെസ്, കുറച്ച് ഏരിയയുടെ ആവശ്യമേ ഉള്ളൂ. മറ്റേ ചെറുതായോണ്ട് കുട്ടികൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഓരോ പട്ടിയെ കാണുമ്പോ നമുക്ക് തന്നെ പേടിയാ, എങ്ങനെയാ അറ്റാക്ക് ചെയ്താൽ തടയാൻ പോലും നമുക്ക് പറ്റൂല. അത്ര ഫുഡ് കൊടുക്കണം, വലിയ ഫുഡിന്റെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം പോസിറ്റീവ്സ് ആയിട്ട് പറയാം.
നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതൊരു സെന്റ് ഹൗണ്ട് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അത് മണം പിടിച്ച് നടക്കുന്ന ഒരു പട്ടിയാണ്, മണത്തിന് പുറകെ പോകുന്ന ഒരു പട്ടിയാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും വിളിച്ചാലും അതിന് കോൺസെൻട്രേഷൻ ആ മണത്തിലായിരിക്കും. അത് ആ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിളിച്ചാലും തിരിച്ചു വരത്തില്ല. അങ്ങനെ ഒരു അഡമന്റ് ഈ മണം വരുമ്പോ മാത്രം, അല്ലെങ്കിൽ ഭയങ്കര ഫൺ ലവിങ് ആയിരിക്കും. അപ്പം ഇത് ഇങ്ങനെ മണം പിടിക്കുന്ന ഒരു ക്യാരക്ടർ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെ എയർപോർട്ട് ഇങ്ങനെയുള്ള ത്രെറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു സ്നിഫർ ഡോഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്നിഫർ ഡോഗായിട്ട് ലാബ് ഇങ്ങനെയുള്ള ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റൈലിഷ് ആയിട്ട് അവരെ യൂസ് ചെയ്യുന്നത് ബീഗിളാണ്. ഇത് എല്ലാവരോടും കളിച്ച് നിൽക്കും, അങ്ങനെ ചെന്ന് ഓടിക്കളിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷേ സംഭവം കറക്റ്റ് സ്മെൽ ചെയ്ത് പിടിക്കും. അപ്പം കൂടുതൽ ത്രെട്ടായിട്ട് ആരും നോക്കത്തില്ല ഈ ഡോഗിനെ. വേറെ വലിയ ജയന്റ് ഡോഗ്സിനൊക്കെ ആൾക്കാർ പേടിക്കും, അടുക്കത്തില്ല. അതെ, ഇത് സാധാരണ ചെല്ലുന്ന പബ്ലിക്സ് എൻജോയ് ചെയ്യും. പക്ഷെ ഈ സ്മഗ്ലിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊരു പേടിയാണ്. പെട്ടെന്ന് മണം പിടിച്ചെടുക്കും. വെരി സ്ട്രോങ് സ്നിഫിംഗ് കേപ്പബിലിറ്റീസ് ആണ്. ഏതൊക്കെ വെറൈറ്റി ബീഗിൾസ് ഉണ്ട്? എത്ര കളേഴ്സിലൊക്കെ നമുക്ക് ബീഗിൾ നോർമലി ഉണ്ട്? ബീഗിളിലെ 2 ടൈപ്പ് മെയിൻ ആയിട്ട് പറയാം, ട്രൈ കളർ ആൻഡ് ബൈ കളർ. അതായത് 3 കളറുള്ള ബ്ലാക്ക്, ഓറഞ്ച്, വൈറ്റ്. ഈ 3 കളർ, ട്രൈ കളർ എന്ന് പറഞ്ഞാൽ ഇത് ഈ 3 കളറുള്ളത് മാത്രമാണ്. അതെ. പിന്നെ ബൈ കളർ എന്ന് പറയുന്നത്, ബൈ കളർ എന്ന് പറഞ്ഞാൽ 2 കളർ മിക്സ് ആയി വരുന്നത്. അത് ബ്രൗൺ ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ്, ലെമൺ ആൻഡ് വൈറ്റ്. ഈ കളറിന്റെ ഒരു ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അത്. അപ്പം ഈ 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് ബീഗിളിലുള്ളത്. ഏറ്റവും ഫേവറേറ്റ് ഏതാ? എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ലെമൺ ആണ്. അതൊരു മാഷ്മെലോ പോലുള്ള ഒരു ഫർ ബോളാണ്. അതൊരു ലവ് ബോൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിയാണത്. എൻ്റെ അടുത്ത് തന്നെ ഒരു പപ്പി ഈ ലെമൺ വൈറ്റ് ഒരെണ്ണേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആണ് മറ്റേ കളറ്, ട്രൈ കളറെ കാട്ടില്. പക്ഷെ ബീഗിളിന് പ്രത്യേകം നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഫോട്ടോവോ വീഡിയോ ഉണ്ടെങ്കിൽ അത് ട്രൈ കളറിനെയാണ്. ഒരു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ട്രൈ കളറാണ് കാണുന്നത്. ബീഗിൾ എന്ന് പറഞ്ഞാൽ ഇതാ കാണുന്ന അതുകൊണ്ടായിരിക്കും മെജോറിറ്റി അതാണ്. ഇത് റെയർ ആയിട്ടേ വരുള്ളൂ. അവരുടെ ലൈനേജിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ ബീഗിളിലും ഈ ലൈനില് ഈ ഒരു ലെമൺ കളർ ഉണ്ടാവും. അപ്പൊ അത് എവിടെയെങ്കിലും ഒരു ദിവസം വരും. ശരിക്കും ഒരു വെറ്ററിനറി ഡോക്ടറിന്റെ റൂമിൽ ചെന്ന കുറെ മരുന്നുകള്, ഒരു ഡോക്ടറിന്റെ സിമ്പിളുള്ള പെട്ടി, വെയിങ് മെഷീനൊക്കെ എന്താ പേന എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ, സാധാരണ ആഫ്റ്റർ ഡെലിവറി പപ്പീസിന്റെ വെയിറ്റ് ഒന്ന് ഡെയിലി ബേസിസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ പപ്പീസിന്റെ ഇപ്പൊ 5 പപ്പി ഉണ്ട്. അപ്പൊ 5 പപ്പീസിന്റെ വെയിറ്റും ഡെയിലി ബേസിസിൽ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പപ്പീന്റെ വെയിറ്റ് ഇൻക്രീസ് ആകുന്ന കുറയുന്നു. പപ്പിയുടെ വെയിറ്റ് എവറി ഡേ ബർത്ത് വെയിറ്റിൽ നിന്ന് ഒരു 10-20% ഇൻക്രീസ് ആകണം. വെയിറ്റ് കുറയുവാണെങ്കിൽ പപ്പീന് എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ ലൂസ് മോഷനോ എന്തോ അസുഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പപ്പീനെ സേവ് ചെയ്യാം. 5 പപ്പീസ് ഉണ്ട് ഇവിടെ, ഒരെണ്ണം മാത്രം കളർ ചേഞ്ച് അല്ലേ? അതെ, ഭയങ്കര രസമുണ്ടല്ലോ അതിനെ കാണാൻ. അയ്യോ, എത്ര ഡേയ്സ് ആയത്? 30 days ആയ ക്യൂട്ട് പപ്പീസാണ്. എടുത്ത് ഒരു ഉമ്മ തന്നെ കൊടുക്കാൻ തോന്നുന്നുണ്ട്, അത്ര ക്യൂട്ടാണ്. അതിന്റെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ്ട് അതിന്റെ അമ്മ. അതെ, ഇത് അമ്മയാണ്. ഇത് അമ്മ ഇന്ത്യൻ ലൈനിലാണ്, ഇന്ത്യൻ നമ്മുടെ കേരളത്തിന്റെ ട്രിവാൻഡ്രത്തിന്റെ ലോക്കൽ ലൈനിലാണ്. ഇവരുടെ അച്ഛൻ കംപ്ലീറ്റ്ലി അമേരിക്കൻ ഇമ്പോർട്ട് ലൈനേജ് ആണ്. സോ അതുകൊണ്ട് നമ്മളൊരു ക്വാളിറ്റി പപ്പീസിനെ ഒരു സെലക്റ്റീവ് ബ്രീഡിംഗ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ മദർ, ഒരു ഫോറിൻ ഫാദറുമാണ്. അപ്പം ഇവരുടെ പപ്പീസ് പറയുമ്പോൾ അവരുടെ ലുക്ക് ആൻഡ് ഫീൽ ആൻഡ് ക്വാളിറ്റി ഒരു ഇമ്പോർട്ട് ക്വാളിറ്റി ഉണ്ടാവും. അതേസമയം
ഇവരുടെ ഇമ്മ്യൂണിറ്റി ഒരു ലോക്കൽ ഇമ്മ്യൂണിറ്റി അതെ, നമ്മുടെ വെതറും നമ്മുടെ അഡ്ജസ്റ്റ് ആയി പോകാനായിട്ട് ഈ ഒരു ട്രയൽ മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു. അപ്പം ഇത് നല്ല ഒരു റിസൾട്ടാണ്. അബ്സല്യൂട്ട്ലി സർട്ടിഫൈഡ്. കനൽ ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് ഡോഗ്സ് ആണ് നമ്മൾ. കേരളത്തിൽ തന്നെ ഈ ബീഗിൾ കുറവല്ലേ? ഇവിടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അവൈലബിലിറ്റി ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി, നല്ല ഒരു ഡോഗ്സിന്റെ അവൈലബിലിറ്റി വളരെ വളരെ കുറവാണ്. ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിന്റെ പേരൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒന്ന് ഇന്ത്യനും ഒന്ന് അമേരിക്കനും ആണ്, രണ്ടുപേരെയും കൂടെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ആ രണ്ട് ക്വാളിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടിന്റെയും കൂടെ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡോഗ്സിന്റെ ഡിഫറൻസ്. രണ്ടും ബീഗിളാണ്. അപ്പം ഇത് ഫീമെയിൽ ആയതുകൊണ്ട് കുറച്ച് സൈസിൻ്റെ ഇത് കുറവുണ്ട്. പക്ഷേ അല്ലാതെ നല്ല ക്വാളിറ്റിയും നല്ല ഹെൽത്തി ഡോഗാണ്. പക്ഷേ അവരുടെ ലൈനേജിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് അമേരിക്കൻ ലൈനേജ് ആണ്. ഒരു ലിറ്ററിൽ എത്ര പപ്പീസ് വരെ കിട്ടുന്നുണ്ട്? ബീഗിൾ 3 to 6 പപ്പീസ് എക്സ്പെക്ട് ചെയ്യാം. ഈ ബീഗിളിന്റെ പ്രഗ്നൻസി പീരീഡിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ ആർക്കും അധികം അറിയത്തില്ലായിരിക്കും, ബ്രീഡേഴ്സ് വളരെ കുറവാണല്ലോ. ഒരു കാര്യം, ഇത് ഫസ്റ്റ് നമ്മൾ മേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം. മേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഓവുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഓവുലേഷൻ ടെസ്റ്റ് വെറ്റിനറി ഡോക്ടേഴ്സ് നമുക്ക് ചെന്നാൽ അവർ ചെയ്ത് പറയും. അപ്പം ആ ഡേറ്റ് അനുസരിച്ച് അതിനെ മീറ്റിംഗ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പപ്പീസ് നമുക്ക് കിട്ടും. ഫീമെയിൽ ഡോഗിന് നമുക്ക് സ്പെഷ്യലായിട്ട് അതിന് ഫുഡും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ കൊടുക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് നിങ്ങൾ ചോറും ബീഫ് വേസ്റ്റും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു പ്രോപ്പർ വിറ്റമിൻസും അവർ കിട്ടേണ്ട ഒരു സപ്ലിമെൻറ്റ്സ് കിട്ടത്തില്ല. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻറ്റ് ഡോഗല്ല, സാധാരണ ഡോഗിനെ ഒരു 4x4 കൂട്ടിനകത്ത് ഇട്ട് അതിൻ്റെ മൊത്തം ലൈഫ് നമ്മൾ വളർത്തുവാണെങ്കിൽ അത് ഡോഗല്ല, അത് വേറെ എന്തോ ഒരു അനിമലായി പോകും. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ഫ്രീ ആയിട്ട് വിടണം. അറ്റ്ലീസ്റ്റ് ഡേ ടൈമിൽ നമുക്ക് കൂട്ടിലിട്ടാൽ നൈറ്റ് ടൈം അവരെ ഓപ്പണിൽ വിടാം. അപ്പം ബീഗിൾ വളരെ എനർജറ്റിക് ഡോഗ് എന്ന് ആദ്യം പറഞ്ഞു. ഈ ഡോഗിനെ നമ്മളൊരു കൂട്ടിനകത്തിട്ട് വളർത്തുമ്പോൾ അവർക്ക് അവരുടെ എനർജി സ്പെൻഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ പ്രഗ്നൻറ്റ് ഡോഗിന് മെയിനായിട്ട് ഓടി നടക്കുമ്പോൾ അവർക്ക് ഡെലിവറിയൊക്കെ വളരെ എളുപ്പമാണ്, ഈസിയാണ്. അവർ അതുകൊണ്ടായിരിക്കും ഈ ബീഗിളിൽ കൂടുതൽ സിസേറിയൻ എന്ന് പറയുന്നത് അല്ലേ? പിന്നല്ല, അതെ അതെ, ഒരു പേടിയും വേണ്ട. അവർ നല്ല ഓടി നടന്ന അവർക്ക് നോർമൽ പ്രഗ്നൻസിയാണ്, നോർമൽ ഡെലിവറിയാണ്. തള്ള തന്നെ പിള്ളേരെ നല്ലപോലെ നോക്കിക്കൊള്ളും. ഇല്ലാതെ എന്നെ കൂടെ കയറ്റി വിടുന്നില്ല, സെൻസ് ഒക്കെ ചെയ്തിട്ടാണ് കയറ്റി വിട്ടത്. ഇത് ഭയങ്കര മണം പിടിക്കാൻ കഴിവുള്ള പട്ടിയല്ലേ? അതെ അതെ, അവർക്കൊരു ത്രെട്ട് ഇല്ലാന്ന് തോന്നുമ്പോ അവർ അലോ. അതെ അതെ അതെ. സോ ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി. പിന്നെ ഡെലിവറി എന്ന് പറയുന്നത് ഒരു വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം ഡെലിവറി ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ഡെലിവറി ഒക്കെ ചെയ്യുന്ന ഡോഗിന് നമ്മൾ ഒരു 63 days ആണ് നോർമൽ ഈ പ്രഗ്നൻസി പീരിയഡ്. അപ്പോൾ ആ ഒരു 60 to 65 days ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഇതുണ്ടാവും, എക്സ്പെക്ട് ചെയ്യാം. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. പോസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനോട്, ഞാനൊക്കെ ഇവിടെയാണ് കിടക്കാറുണ്ട്, ഇവിടെ തന്നെ കിടക്കും ആ സമയം വരുമ്പോൾ. അപ്പോഴാണ് അറിയത്തില്ല, നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു പാർട്ടല്ലേ. നമ്മളൊരു പട്ടി എന്ന് പറഞ്ഞ് പുറത്തിട്ട് വളർത്തുന്നതല്ല, എല്ലാം നിങ്ങളുടെ കൂടെയാണ്. ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റാവുന്ന പപ്പീസ് ആണ്. അതായത് പപ്പി മിൽക്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള പപ്പി അല്ല ഇത്. അതെ അതെ അതെ. പപ്പീസ് നോർമൽ റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു 20,000 to 30,000 റേഞ്ചിലാണ് നോർമൽ ബീഗിൾ പപ്പീസിന്റെ റേറ്റ്. നമ്മുടെ പപ്പീസിന്റെ റേറ്റും അതിനകത്ത് തന്നെ നമുക്ക് കൊടുക്കാം. നമ്മള് കൂടുതലൊന്നും പറഞ്ഞ് എങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല ഇവിടെ. ഓക്കെ, പക്ഷേ നമ്മൾ അത്രയും കെയറും അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു ഹൈ എൻഡ് ആയിരിക്കും നമ്മുടെ റേറ്റ് എപ്പോഴും.
നമ്മുടെ ആ മെയിലിന്റെ റേറ്റ് അമേരിക്കൻ ബോൺ മെയിലിന്റെ റേറ്റ് എത്ര? അതിന് ഓൾമോസ്റ്റ് 1 lakh 1 lakh ആയ ഫാദറിന്റെ കുട്ടികളാണുള്ളത്. ഇപ്പൊ എത്ര മെയിൽസ് എത്ര ഫീമെയിൽസ് ആണ്? 3 മെയിൽസും 2 ഫീമെയിൽസ്. അപ്പൊ 3 മെയിൽസ് 2 ഫീമെയിൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം സെല്ലിംഗ് ആയോ? ആരെയും ഓർഡർ ആയോ? ഞാൻ സാധാരണ 45 ഡേയ്സിന് ശേഷമേ ഇതിനുള്ള ഇത് ചെയ്യത്തുള്ളൂ. ചിലതൊക്കെ 30 days ആകുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടേക്ക് ആഫ്റ്റർ 2 months. പപ്പീനെ 2 മാസത്തിന് ശേഷം എടുക്കുമ്പോൾ അതിന് മദേഴ്സ് മിൽക്കും കുടിച്ച് അത് മദർ നോർമൽ ഇമ്മ്യൂണിറ്റി കിട്ടും. പിന്നെ മദർ അതിന് ചില ബേസിക് ക്വാളിറ്റീസ് പഠിപ്പിച്ചു കൊടുക്കും. അതൊന്നും ഇല്ലാതെ നമ്മൾ പപ്പീസ് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാൽ പിന്നെ അത് അവിടെ മുദ്ര കഴിക്കുന്ന ഇവിടെ ഇത് ഇതായി പറഞ്ഞിട്ട് പിന്നെ പപ്പി വേണ്ട, ഇത് കഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കും സിറ്റുവേഷൻ. ഈ പപ്പീസിന് വീട്ടിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ അത് പറയാം. അതിന് മുമ്പ് തന്നെ ഒരു പപ്പീനെ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒരു ഡോഗിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നത് സാധാരണ ഏത് ഡോഗ് എടുത്താലും ഒരു ഡോഗിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നത് ഒരു 10, 12, 15 years മാക്സിമം ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോഗിനെ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു 10, 12, 15 years അതിന് ഉള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. ആ ഡോഗിനെ എടുക്കുമ്പോൾ ആ ഒരു 15 years ഞാൻ ഇന്ന് നോക്കൂ എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഡോഗ് എടുക്കണം. ഇല്ലെങ്കിൽ ഡോഗ് മേടിക്കണ്ട. അപ്പം ആദ്യം തീരുമാനിക്കുക, ഓക്കെ ഐ വിൽ കമ്മിറ്റ് ടു ദ ഡോഗ് എന്ന് പറഞ്ഞ് ഒരു ഡോഗ് എടുക്കുക. അപ്പം പിന്നെ നല്ല ക്വാളിറ്റി ഡോഗ്, നല്ല കനൽസ്, നല്ല ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡോഗ് മേടിക്കുക. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചില മെത്തഡോളജീസ് ഉണ്ട്. 3rd, ഡോഗിനെ കൊണ്ട് ചെല്ലണം. അപ്പം പപ്പി നമ്മൾ വീട്ടിൽ കൊണ്ടു ചെന്ന് ആദ്യം പപ്പീനെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതിനുള്ള പ്ലേറ്റ് വേണം, അതിന് ഫുഡ് ഇടാനുള്ള ഒരു ഏരിയ വേണം. നോർമലി നമ്മൾ ആദ്യം പപ്പീനെ കൊണ്ടു ചെല്ലുമ്പോൾ ഹാളിലാണ് ഇടുന്നത്. പിന്നെ അതിനടുത്ത് മാറ്റും. പിന്നെ അത് കുറച്ച് അങ്ങോട്ട് മാറും, എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് സൈഡിലേക്ക് ഒരു കോർണറിലേക്ക് മാറ്റും. പിന്നെ 3-4 ദിവസം ആകുമ്പോൾ അതിനകത്ത് പുറത്ത് വിടും. ബിക്കോസ് വി ആർ നോട്ട് എക്സ്പീരിയൻസ്. ഇതിനുള്ള എക്സ്പെക്റ്റ് ചെയ്ത് എടുക്കണം പപ്പി എടുക്കുമ്പോൾ. പപ്പി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഗോ സുസു, ടോയ്ലറ്റ് എല്ലാം ചെയ്യും. അതിനെ നമ്മൾ അപ്പത്തൊട്ട് ട്രെയിൻ ചെയ്യണം, ആദ്യം തൊട്ട് ട്രെയിൻ ചെയ്യണം. അപ്പം അതിനുള്ള ഏരിയയിൽ അതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അതിനുള്ള ഏരിയയിൽ അതിനെ അത് വിടണം. അതിനൊരു കൺഫൈൻഡ് ഏരിയനകത്ത് വെക്കണം. ഈ പപ്പീനെ കൊണ്ട് കൂട്ടിനകത്ത് ഇട്ട് വളർത്താം, പക്ഷെ ചെറിയ കൂട്ടിനകത്ത് വീട്ടിനകത്ത് വെച്ച് തന്നെ വളർത്താം. അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും പപ്പിയെ കൊണ്ട് പുറത്ത് ഇടരുത്. പപ്പി മദറിൻ്റെ കെയറിലും ഒരു ഹീറ്റ് ആൻഡ് വാംത്ത്, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ ടെമ്പറേച്ചർ 24/7 മോണിറ്റർ ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ മോണിറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ടെമ്പറേച്ചറിലാണ് പപ്പീസ് വളരുന്നത്. പെട്ടെന്ന് ചെന്ന് പുറത്ത് ഇട്ടാൽ നമ്മുടെ നാട്ടിലെ മഴയും തണുപ്പും കാരണം പപ്പി അസുഖങ്ങൾ വരും, എന്തെങ്കിലും പറ്റിപ്പോവും. സോ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവർ കൊടുക്കുന്ന ഫുഡ്, ആ ബ്രീഡർ എവിടെ നിന്ന് പപ്പി മേടിക്കുന്ന അവരോട് ചോദിക്കുക എന്താണ് ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അതേപോലെ ഫീഡ്, സെയിം സ്റ്റൈൽ ഫീഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസത്തെങ്കിലും. പിന്നെ എപ്പോഴും ഒരു ഫീഡിൽ നിന്ന് മറ്റൊരു ഫീഡിലേക്ക് മാറ്റുമ്പോൾ പതുക്കെ ഓൾമോസ്റ്റ് ഒരു വീക്ക് എടുക്കണം ട്രാൻസിഷൻ പീരീഡ്. അപ്പം രണ്ടും മിക്സ് ചെയ്ത് കുറച്ചായിട്ട് ട്രാൻസിഷനിലോട്ട് ചെന്ന് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിലോട്ട് മാറ്റാം. എപ്പോഴും നല്ല ഹെൽത്തി ഫീഡ് കൊടുക്കുക. റൈസ് കൊടുക്കണ്ടാന്നില്ല, റൈസ് കൊടുക്കാം. റൈസിൻ്റെ കൂടെ വെജിറ്റബിൾസ്, മെയിനായിട്ട് ഇത് ടർമറിക് പൗഡർ, മഞ്ഞൾ പൊടിയിട്ട് എന്ത് ഫീഡ് കൊടുത്താലും അത് കൊടുക്കുമ്പോൾ അവർക്ക് നാച്ചുറൽ ഒരു ഇമ്മ്യൂണേഷൻ കിട്ടും. എൻ്റെ ഡോഗ്സിനെല്ലാം അതാണ് കൊടുക്കുന്നത്. ഒരു സ്കിൻ അലർജിയോ ഒരു സ്കിൻ ഇൻഫെക്ഷൻസോ വന്നിട്ടില്ല. ഇത്രയും മഴയും ഇതും അവർ ഓടി നടക്കുന്ന ചെളിയിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ചെളിയാണ്, അതിനകത്ത് കിടന്ന് ഉരുണ്ടിട്ട് വരുമ്പോഴും അവർക്ക് ഒരു അസുഖങ്ങളോ സ്കിൻ പ്രോബ്ലംസ് വരുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ അവരെ ഡ്രൈ ആയിട്ട് നോക്കണം. അവർ കളിക്കുന്നത്, വെള്ളത്തിൽ കളിക്കുന്നതെല്ലാം ഓക്കെ, പിന്നെ വരുമ്പോൾ അവരെ ഡ്രൈ ആക്കി അവരോട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. ഈ ബ്രീഡിങ് ഒരു വർഷം എത്ര വട്ടം അങ്ങനെ ഉണ്ടോ? യെസ്, ഒരു ഡോഗിനെ ബ്രീഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഹീറ്റിലും, അതായത് 6 monthsവർക്ക് അത് ഹീറ്റിലോട്ട് വരുവാണെങ്കിൽ എല്ലാ ഹീറ്റിലും അതിനെ മെയ്റ്റ് ചെയ്ത്
അതിന് പപ്പി എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്ന് വേൾഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ തെറ്റായ ഒരു സംഭവമാണ്. ഡോഗിനെ അതിന് ഈവൻ ഫസ്റ്റ് ഹീറ്റ്, അതായത് 7, 8 months, 9 months, 11 monthsലൊക്കെ ഹീറ്റിലോട്ട് എത്തും. അപ്പം മേറ്റ് ചെയ്ത് എടുക്കുന്നതും തെറ്റാണ്. ഇപ്പം എൻ്റെ ഡോഗ്സിനെ ഞാൻ അറ്റ്ലീസ്റ്റ് 1.5 years എങ്കിലും പൂർത്തിയായ ഡോഗിനെ മാത്രമേ ഹെൽത്തി ആയിരിക്കും, അതിലുള്ള ഒരു ക്വാളിറ്റി കിട്ടും. അതിന് ഡോഗിൻ്റെ ഹെൽത്തും അത് ബാധിക്കും, പപ്പീസിൻ്റെ ഹെൽത്ത് എല്ലാം കൂടെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഈ മണി മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെ, കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്തത് ഒരു പപ്പി മിൽ എന്ന് പറയാം. ഫോറിനിലുള്ള കോൺസെപ്റ്റാണ് പപ്പി മിൽ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ മോശമാണ്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. വി ഹാവ് ടു ബ്രീഡ് വൺസ് ഇൻ എ ഇയർ മാത്രം ബ്രീഡ് ചെയ്യാൻ പറ്റും ഡോഗിനെ. എന്നാലേ ഒരു ക്വാളിറ്റി. കെനൽ ക്ലബിൻ്റെ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ കുറേ സ്റ്റാൻഡേർഡ്സ്, ബ്രീഡേഴ്സ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു രജിസ്റ്റേർഡ് കെനൽസ് ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, മസ്റ്റായിട്ട്. ഫീഡിങ് എങ്ങനെയാണ് നോർമലി? ഫീഡ് ബീഗിളിന് നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം വീട്ടിൽ. അത് ഡെയിലി ടോയ്സ് എങ്ങനെയാ? ഓക്കെ, ഡെയിലി അത് ഏജിനനുസരിച്ചാണ് ഫീഡ് ഇത് മാറ്റുന്നത്. പപ്പീസിന് 4 times കുറച്ചായിട്ട് 4 times കൊടുക്കണം. ആദ്യത്തെ കൊണ്ടുവരുമ്പോൾ ഒരു 1.5 months 2 months പപ്പി ആണെങ്കിൽ അതിനെ 4 times നമ്മൾ ഫീഡ് ചെയ്യണം. അത് നല്ല ഫുഡ്, ഈ ഡ്രൈ ഫുഡ് നല്ല വെള്ളത്തിനകത്തോ കുതിർത്ത്, മിൽക്കിലല്ല വെള്ളത്തിനകത്ത്, മിൽക്കിനകത്ത് ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ ആ മിൽക്ക് സ്റ്റാർട്ട് ടു സ്പോയിൽ. അത് പപ്പീസിനെ ബാധിക്കും. സോ ഈ വെള്ളത്തിനകത്ത് ശരിക്കും നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യുമായിരുന്നു, അറിയില്ലായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു വെള്ളത്തിലാണ് ചെയ്യേണ്ടതെന്ന്. അത് വെള്ളത്തിനകത്ത് നല്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15-20 minutes ഒക്കെ വെച്ച് കുതിർത്ത്, ഒരുപാട് സമയം വയ്ക്കാൻ പാടില്ല, അത് സ്പോയിലാവും. അപ്പോൾ നല്ല കുതിർത്ത് പിന്നെ അതിനെ പപ്പീന് അത് അവർ തന്നെ കഴിക്കുന്ന രീതിയാവും. കുതിർക്കാതെ ഇത് ഇടയ്ക്ക് കഴിക്കുമല്ലോ, അത് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ചുകൂടെ വളരുമ്പോൾ ആദ്യം ഡൈജഷന് വേണ്ടി നമ്മൾ കുതിർത്ത് കൊടുക്കുക. അതിനുശേഷം അവർ പതുക്കെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് ഡ്രൈ ഫുഡ് തന്നെ കൊടുക്കാം. അവർക്ക് അത് നല്ല ഇഷ്ടം, അവർക്ക് അത് നല്ല ഡ്രൈ ആണ് ഇഷ്ടം, കടിക്കാനായിട്ടായിരിക്കും. എന്നാൽ നമ്മളിപ്പം കുതിർത്ത് തന്നെ കൊടുക്കണം. പിന്നെ വളരുമ്പോൾ ഒരു 3-4 months വരെ നമുക്ക് ഇങ്ങനെ ഒരു 4 times അല്ല 3 times കൊടുക്കാം. അതിനുശേഷം 3 times മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആഫ്റ്റർ അഡൽട്ട് എന്ന് പറയുന്നത് 12 months, 1 year പൂർത്തിയായ ഡോഗ്സിന് നമ്മൾ 2 times ഫുഡ് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ സീനിയർ ഡോഗ്സിന് 1 time പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ കഷ്ടമാണ്, നമുക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അത് എന്തിനാ അങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ തടി വെക്കും, അവർ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാണ് അവർ അപ്പോൾ അവർ 1 time ഫീഡ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ആക്റ്റീവായിട്ട് ഡോഗ് വെക്കുമ്പോൾ എന്തിന് നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവർ ഫിറ്റാണ്. ഇപ്പം എൻ്റെ ഒരു ഗോൾഡൻ റിട്രീവർ, എൻ്റെ പഴയ ഗോൾഡൻ റിട്രീവർ, ഓൾമോസ്റ്റ് 10 year old ഗോൾഡൻ റിട്രീവറിനെ, ഷീ ഈസ് ലൈക്ക് എ പപ്പി. ഇപ്പോഴും ബോൾ എടുത്തിട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നതും അവൾ ഓടി നടക്കുവാണ്. പോയി എൻ്റെ കൂടെ ബൈക്കിലേക്ക് കയറി വരും. സോ ഷീ ഈസ് വെരി ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ല. സാർ നേരത്തെ പറഞ്ഞ എനിക്ക് ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ശരിക്കും എന്നെ പോലുള്ള ആൾക്ക് ഇത് നല്ല ക്വാളിറ്റി പട്ടിയാണോ അല്ല അങ്ങനത്തെ ഒരു പെറ്റാണോ അറിയില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു കറക്റ്റ് ഒരു എക്സാക്ട് ക്വാളിറ്റി ബീഗിളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിനുള്ള കുറച്ച് ടിപ്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ബീഗിളെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ ബ്രീഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മൾ അന്വേഷിച്ചറിയണം. പെട്ടെന്ന് ചെല്ലുമ്പോൾ എല്ലാ പപ്പിയും കാണുമ്പോൾ ഭംഗിയായിരിക്കും, എല്ലാം ക്യൂട്ടായിരിക്കും. നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഇത് മാറും. അപ്പോൾ ഒരു ഗ്യാരണ്ടി തരുന്ന ഒരു ബ്രീഡർ ആയിരിക്കണം. മോസ്റ്റ്ലി ഈ പപ്പി ബിസിനസ്സിൽ പറയുന്നത് ഈ ഡോഗിനെ എടുത്ത് ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോയാൽ അത് പപ്പി കൊണ്ടുപോകുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത്രയേ ഉള്ളൂ. ഗേറ്റ് വരെയാണ് നമ്മുടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊണ്ടു ചെന്നിട്ട് നാളെ നിങ്ങൾ നോക്കിയില്ല പുറത്ത് ഇട്ട് തണുപ്പടിച്ച് എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ പപ്പീന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ബർത്ത് ഡിഫക്റ്റ്, അങ്ങനെയൊക്കെ ഡിഫക്ട്സ് പപ്പീന് ഒരുപാട് ഇൻലൈൻ ബ്രീഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻ റിലേറ്റീവ് മദർ, ഫാദർ, സിസ്റ്റർ, ബ്രദറൊക്കെ ഇങ്ങനെ ഇൻലൈൻ ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പപ്പീസിന് ഡിഫക്ട്സ് വരും.
ഈ ഡിഫക്ട്സ് ഒന്നും വരാതെ നമ്മൾ ചെയ്യണമെങ്കിൽ നല്ല ബ്രീഡേഴ്സ് ആയിരിക്കണം. അപ്പം ഈ പപ്പീസിന് ഡിഫക്റ്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന, ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ബ്രീഡറോട് ചെന്ന് നമ്മൾ പപ്പി മേടിക്കുക. നിങ്ങൾ ഏത് ബ്രീഡറോട് ചെന്നിട്ട് ഒരു കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട എടുത്തോണ്ട് പോകുമെന്ന് പറയും. അവർക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ നമുക്കൊരു കോൺട്രാക്ട് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ കോൺട്രാക്ട് എഴുതി ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ഞാൻ പപ്പിയെ തിരിച്ചെടുക്കാൻ, ഫുൾ റീഫണ്ട് ചെയ്ത് തിരിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഗ്യാരണ്ടി. പിന്നെ ആ പപ്പി എടുത്തുകൊണ്ട് പോകുന്നവർക്ക് കംപ്ലീറ്റ് അഡ്വൈസ്, ഒരു റിട്ടേൺ അഡ്വൈസ് കൊടുക്കണം. ഈ പപ്പീനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇത് കൊടുക്കണം, ഇങ്ങനെ ഫീഡ് ചെയ്യണം, ഈ മെഡിസിൻസ് കൊടുക്കണം, ഇതെല്ലാം റിട്ടേൺ ആയിട്ട് നമ്മൾ. പിന്നെ നല്ല ഒരു വെറ്റിനറി ഡോക്ടറിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഈ കംപ്ലീറ്റ് കെയർ നമ്മൾ ആഫ്റ്റർ സെയിൽ കൊടുക്കുന്ന ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലണം. അല്ലാതെ ഒരു ഷോപ്പിൽ ചെന്ന് നിങ്ങൾ മേടിച്ചാൽ അത് ഷോപ്പിൽ ചെന്ന് മേടിക്കുന്നത് പോലെ തന്നെ. ശരിയാ, അത്രയ്ക്ക് ഉത്തരവാദിത്തമേ ഉള്ളൂ. പപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞത് നല്ല ബ്രീഡർ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് അതിന്റെ ചീക്സ്, മൗത്ത്, ഹെഡ് സൈസ് നോക്കണം. പിന്നെ അതിന്റെ പാസ് ഒരു നല്ല ബ്രോഡ് പാസ് ആയിരിക്കണം. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ പാസ് സൈസ് വലുതായിരിക്കണം. നല്ല ക്വാളിറ്റി. ബോൺ സൈസ്, അതാണ് പറയുന്നത് ബോൺ സൈസ്. അവന്റെ ബോൺ സൈസ് എന്ന് പറയുന്നത് ഈ കാല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ. പിന്നെ അവരുടെ പിന്നെ കൊച്ചു പപ്പീനെ വലുതായിട്ട് നമ്മളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതിന്റെ കോട്ട് കളറിങ്, അതിന്റെ പാച്ചസ്. ഇപ്പോൾ ഇവനെ കണ്ട ഇവന് നല്ല ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ട്, അതിന്റെ ഷോൾഡർ എല്ലാം വൈറ്റ് മാർക്ക്, റൗണ്ട് മാർക്കിംഗ് ഉണ്ട്, ഒരു പ്രോപ്പർ സോക്സിങ് എന്ന് പറയുന്ന സോക്സിങ് ഉണ്ട്. പിന്നെ അവന് ഈ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു യൂണിഫോമിറ്റി, അവൻ്റെ മാർക്കിങ്ങിൽ ഒരു ക്ലിയർ മാർക്കിംഗ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് പപ്പിയിൽ അറിയാൻ പറ്റും. പക്ഷേ ഈ മാർക്കിംഗ്, ഈ കോട്ടിന്റെ കളറ് അവർ ലൈഫ് മുഴുവൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് ചേഞ്ച് ആണ്. അത് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു കോട്ടിങ് മാർക്കിംഗ് ചിലപ്പം മാറും, ചിലപ്പം അങ്ങനെ സ്റ്റേബിൾ ആയിരിക്കും. സപ്പോർട്ട് മോനാണ്. അഫ്കോഴ്സ് എന്റെ വൈഫ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും പട്ടി വളർത്താൻ പറ്റില്ല. ഡോഗ്സിനെ വളർത്താൻ തന്നെ. അപ്പം എന്റെ വൈഫിന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. പിന്നെ മോനും ഡെഫിനറ്റ്ലി എല്ലാ ഹെൽപ്പും ചെയ്ത് തരാറുണ്ട്. പപ്പീസെ നോക്കുന്നത്, മോൻ ഒരു വെറ്റിനറി ഡോക്ടർ ആവണമെന്നാണ് പറയുന്നത്. അവന് അത്യാവശ്യം ഡോഗ്സിനെ കുറിച്ച് എല്ലാം അറിയാം. അതെ. അവന് ആക്ച്വലി ഇത് എവിടെ നിന്നാ വരുന്നത് എല്ലാം നമുക്ക് പറയണമെങ്കിൽ പറയാം. ഇതൊരു ഏകദേശം ഒരു ഹണ്ടിങ് ബ്രീഡ് ആകാം. ഈ മുയലിനൊക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു ബ്രീഡ് ആകാം. പിന്നെ ഇത് UK വരുന്നതാണ്, യുണൈറ്റഡ് കിങ്ഡംസിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഇത്രേ വരത്തുള്ളൂ, ഒരു ഹൈറ്റ് വരെ വരത്തുള്ളൂ. ഇതാണ് ഇതിന്റെ മാക്സിമം സൈസ്. ഇതിൽ കൂടുതൽ വലുതാവത്തില്ല. അതെ. നമ്മള് നേരത്തെ കണ്ട പപ്പീസിന്റെ ഫാദറാണ്. ഈ ബീഗിളിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ഏത് വെറൈറ്റി ഡോഗിനെ കുറിച്ചോ ഒരു ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാൻ റെഡിയാണ്. സ്പെഷ്യലി അബൌട്ട് ബീഗിൾസ് പീപ്പിൾ ക്യാൻ കോൾ മീ ഓൾവേസ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. എന്നാൽ നമുക്കൊരു ബൈ പറയാം. അപ്പോൾ ശരി, തൽക്കാലത്തേക്ക് വിടാ. ബൈ ബൈ ഫ്രം കൊതിയൻസ്. ബൈ.